ഈ ദേശീയ വാർത്തകൾ പരിശോധിക്കാം. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സൂട്ട്കേസിൽ. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത ഹിമാനി നർവാൾ ആണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? അഭിലാഷ്, റോത്തക്കിലെ സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് ഇന്നലെ ഒരു സൂട്ട് കേസ് കണ്ടെത്തിയത്. ആളുകൾക്ക് സംശയം തോന്നി. തുടർന്ന് അവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹമാണെന്ന് കണ്ടെത്തിയത്. ഇത് കൊല്ലപ്പെട്ടത് ഹിമാനി നർവാൾ. ഇവർ കോൺഗ്രസ് പ്രവർത്തകയാണ്. 22 വയസ്സാണ് പ്രായം. അക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഇവരുടെ കഴുത്തിൽ മുറിവേറ്റ പാടുണ്ട്. ഒപ്പം തന്നെ ദുപ്പട്ട കൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു കഴുത്ത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഫോറൻസിക് സംഘമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇവർ കോൺഗ്രസ് പ്രവർത്തകയാണ്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയിലൊക്കെ തന്നെ ഹരിയാനയിൽ പര്യടനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇവർ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിൽ അതൊക്കെ തന്നെ നൃത്തമൊക്കെ തന്നെ വിവിധ കലാകാരൻക്കൊപ്പം ഹിമാനി നർവാൾ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സജീവ സാന്നിധ്യമായിരുന്നു കോൺഗ്രസ് പരിപാടികളിൽ ഹിമാനി നർവാൾ. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ, മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ക്രമസമാധാന നില തകർന്നു സംസ്ഥാനത്തെന്നാണ്. മാത്രമല്ല, പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഹരിയാനയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. 2 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ആദ്യഘട്ടം ഇന്ന് നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൊലപാതക വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ സംഭവം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തീർച്ചയായും യുവ നേതാവ് കൂടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നു. അതേസമയം